പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ധോണി സ്വദേശി രാമകൃഷ്ണന്റെ കൃഷി നശിപ്പിച്ചു. നിരന്തരമായി ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നതിന്റെ ആശങ്കയിലാണ് ധോണി നിവാസികൾ. ഇക്ബാൽ അറക്കൽ ധോണിയിൽ നിന്ന് ചേരുന്നു. ഇക്ബാൽ, ധോണിയിലെ നാട്ടുകാർക്ക് വല്ലാത്ത പ്രതിഷേധമുണ്ട്. പണ്ട് ഈ PT7 ഒക്കെ വന്നു പോയതിനു ശേഷം വീണ്ടും ഈ ഒറ്റയാൻ എത്തുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നല്ലേ നാട്ടുകാർ പറയുന്നത്? ഇക്ബാൽ, അരുൺ, ആദ്യം PT7 കൊണ്ടായിരുന്നു ധോണിക്കാർക്ക് മുഴുവൻ തലവേദന ഉണ്ടായിരുന്നത്. അവനെ പിടിച്ച് വനംവകുപ്പ് കൂട്ടിലാക്കി. പക്ഷേ ഇപ്പോഴും ധോണിക്കാരുടെ ഈ ആനപ്പേടി തീരുന്നില്ല. കഴിഞ്ഞ 6-7 മാസമായി സ്ഥിരമായി ഒരു ഒറ്റയാൻ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേലെ ധോണി മേഖലയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏക്കർ കണക്കിനുള്ള കൃഷിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ എത്തിയിട്ടുള്ള ഒരു ഒറ്റയാൻ നശിപ്പിച്ചിരിക്കുന്നത്. മേലെ ധോണി സ്വദേശിയായ രാമകൃഷ്ണന്റെ കൃഷിയിടമാണിത്. ഇവിടെ നെല്ല് നശിപ്പിച്ചിട്ടുണ്ട്, വാഴ നശിപ്പിച്ചിട്ടുണ്ട്, കവുങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശമാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ ഒറ്റയാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊന്നും ഭാഗ്യവശാൽ ഈ ആന പോയിട്ടില്ല. പകരം ഇന്ന് പുലർച്ചെ വരെ ഈ ആന ഈ കൃഷിയിടത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഏതായാലും ഈ ഒറ്റയാന്റെ പരാക്രമത്തിൽ നശിച്ചിട്ടുള്ള കൃഷിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പോൾ രാമകൃഷ്ണേട്ടൻ പറയുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഞാൻ എത്തി. അതെ, ഇന്നലെ രാത്രിയാണ്. ഞാൻ കണ്ടിട്ടില്ല. രാത്രിയാണ് വരാൻ സാധ്യത. ഇന്നലെ രാത്രി വന്ന് കവുങ്ങ്, വാഴ, തെങ്ങ്, നെല്ല് ഇതെല്ലാം നശിപ്പിച്ചിരിക്കും. സ്ഥിരമായി എത്തുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതിപ്പോ 3ാമത്തെ തവണ. ആന നടന്നുപോയ വഴിയാണല്ലേ ഇക്ബാൽ? അത് മൊത്തം എത്ര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? മൊത്തം പറയുകയാണെങ്കിൽ ഇന്ന് വരെ 3 തവണയും കൂടെ ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഭീകരമാണ്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്നാണ് അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയുണ്ടല്ലോ, ഈ കാണുന്നതെല്ലാം ഇന്നലെ രാത്രി ആന എത്തി ചവിട്ടി പോയിട്ടുള്ള മേഖലയാണ്. അതായത് ഈ പാടത്തിൻ്റെ ദൃശ്യം മാത്രം മതി ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ. ആദ്യം ഞാനിപ്പോൾ വിരൽ ചൂണ്ടുന്ന ഈ ഭാഗത്തൂടെ ആന നടന്നു പോകുന്നു. പിന്നീട് ഒരു സർക്കിൾ അടിച്ച് വീണ്ടും ഒരു U-ടേൺ അടിച്ച് ആന വീണ്ടും ഈ വാഴയെല്ലാം നിൽക്കുന്ന മേഖലയിലേക്ക് വരുന്നു. വീണ്ടും ഈ പാടത്തേക്ക് തന്നെ ഇറങ്ങി കളിച്ച് മാക്സിമം ഇവിടെ എല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് ഈ തോട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിരവധി വാഴകളും കവുങ്ങുകളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വനമേഖലയുള്ളത്. ആ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ സ്ഥിരമായി ഈ ആന ഇവിടേക്ക് എത്തുന്നത്. ഇത് ഒറ്റയാനാണെന്നാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അരിമണി ഭാഗത്ത് കണ്ട ആളുകളുണ്ട്, ലീഡ് കോളേജിൻ്റെ ഭാഗത്ത് കണ്ട ആളുകളുണ്ട്. പക്ഷേ അവരെല്ലാം വലിയ രീതിയിൽ ഭീതിയിലാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞാൽ ധോണിയിലേക്ക് പുറത്തു നിന്ന് ഒരാളും വരുന്നില്ല. ഒലവക്കോടെല്ലാം ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ ധോണിയിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാനില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. വലിയൊരു ഭീതിയിലാണല്ലേ നിങ്ങൾ? അതെ, ടൗണിൽ നിന്ന് ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ധോണിക്ക് എന്ന് പറഞ്ഞാൽ വരില്ല. മായാവരത്തിന് ഇപ്പുറത്തേക്ക് വരാൻ മടിക്കുകയാണ്. കാരണം ഇതിപ്പോൾ രാവിലെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്, രാമേശ്വരൻ വിളിക്കുന്നത്. വിളിച്ച് ഇവിടെ വരുമ്പോൾ വന്ന് മൂപ്പരെൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് പോകണം, ഞാനിവിടെ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് ഇത് കാണാൻ പറ്റുന്നില്ല സങ്കടം കൊണ്ട്. കാരണം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ നഷ്ടം പറയുന്നുണ്ട്. ഈ നഷ്ടം നികത്താൻ അവർ ഫൈനാൻസിൽ നിന്ന് അവിടെ നിന്നൊക്കെ പണം കൊടുത്തിട്ടാണ് ഈ ശരിയാണ്. തീർച്ചയായിട്ടും നശിപ്പിക്കുക മാത്രമല്ല, ആളുകൾ വന്നതിന് ഈ ആനയുടെ മുന്നിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗത്ത് ധാരാളം ആളുകൾ രാവിലെയൊക്കെ നടക്കാൻ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ പലരും പ്രഭാത സവാരി പോലും ഉപേക്ഷിച്ച മട്ടാണ് രാത്രിയിൽ. താങ്ക് യു ഇക്ബാൽ. ഈ ഒലവക്കോട് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കുറയുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ എന്തായാലും ധോണിയിലെ ഈ ഒറ്റയാനെയും പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.